أعوذ بالله من الشيطان الرجيم. قال موعدكم يوم الزينة وأن يحشر الناس ضحى فتولى فرعون فجمع كيده ثم أتى قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب وقد خاب من افترى. فتنازعوا أمرهم بينهم وأسروا النجوى قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى. സൂറത്ത് താഹ 59 മുതൽ 64 വരെയുള്ള ആയത്തുകളാണ്. മൂസ പറഞ്ഞു, ശരി, ആ മത്സരം നമുക്കൊരു ഉത്സവ ദിനത്തിൽ വെക്കാം. അന്ന് പകൽ സമയം ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടട്ടെ. അങ്ങനെ ഫറോവ അവിടെ നിന്നും പോയതിനു ശേഷം അവൻ പല തന്ത്രങ്ങളും ഒരുക്കുന്നതിൽ ഏർപ്പെട്ടു. പിന്നീട് ആ മത്സര ദിനത്തിൽ വന്നു. അപ്പോൾ മൂസ ആ ജനക്കൂട്ടത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെതിരിൽ വ്യാജവാദങ്ങൾ ഉന്നയിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരെ അവൻ കഠിനമായി ശിക്ഷിക്കുന്നതാണ്. അള്ളാഹുവിനെതിരിൽ വ്യാജവാദങ്ങൾ ഉന്നയിക്കുന്നവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഇത് കേട്ടതോടെ അവർ പരസ്പരം ചർച്ച ചെയ്യുകയും രഹസ്യമായി കൂടിയാലോചന നടത്തുകയും ചെയ്തു. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, ഈ രണ്ട് ആഭിചാരകന്മാർ, അതായത് മൂസയും ഹാറൂനും, അവരുടെ ആഭിചാര ശക്തി കൊണ്ട് നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുവാനും നിങ്ങളുടെ ഉന്നതമായ സാംസ്കാരിക ജീവിതം നശിപ്പിക്കുവാനുമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ആകയാൽ നിങ്ങൾ തന്ത്രങ്ങൾ നന്നായി ആസൂത്രണം ചെയ്യുകയും ഒറ്റ നിരയായി ശക്തമായി നിലകൊള്ളുകയും ചെയ്യുക. ഇന്ന് ഇതിൽ വിജയിച്ചവർ ഉന്നത സ്ഥാനീയരായിരിക്കും. ഇവിടെ ഫറോവയുടെ ആവശ്യമനുസരിച്ച് മൂസാ നബി ഒരു തുറന്ന മൈതാനത്ത് വെച്ച് അവിടെ വർഷം തോറും നടന്നു വരാറുള്ള ഒരു ഉത്സവ ദിനത്തിൽ ജാലവിദ്യക്കാരും മൂസാ നബിയും തമ്മിൽ മത്സരം നടത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ മത്സര ദിവസം ആഗതമായി ഫറോവയും മറ്റ് ആഭിചാരകന്മാരും പൊതുജനങ്ങളും ഒരു വിശാലമായ മൈതാനത്ത് ഒരുമിച്ച് കൂടി മൂസ ഫറോവയെയും ആഭിചാരന്മാരെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാതെ അവയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ ആഭിചാരകന്മാരുടെ പിന്നാലെ കൂടിയിട്ടുള്ളത്. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ ഈ മുന്നറിയിപ്പുകളൊന്നും യാതൊരു ഫലവും ചെയ്തില്ല. അവർ തങ്ങളുടെ മത്സരവുമായിട്ട് നീങ്ങാൻ തിടുക്കം കൂട്ടുകയാണ് ചെയ്തത്, ഫറോവയും കൂട്ടരുമൊക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.